ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. മഹാനായ ച്യവന മഹർഷിയെക്കുറിച്ചുള്ള കഥയാണ് ഇന്നിവിടെ കേൾക്കുവാൻ പോകുന്നത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായിരുന്നു ഭൃഗു മഹർഷി. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു ഖ്യാതി. ഖ്യാതിക്ക് പുലോമ എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഭൃഗു മഹർഷി സ്നാനകർമ്മങ്ങൾക്കായി പോയ സമയത്ത് പുലോമൻ എന്നു പേരുള്ളൊരു രാക്ഷസൻ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആശ്രമത്തിൽ ആര് വന്നാലും അവരെ യഥാവിധി സ്വീകരിച്ചു കൊള്ളണമെന്ന് മഹർഷിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അവർ പുലോമനെ സ്വീകരിച്ചിരുത്തി. ഹോമകുണ്ഡത്തിൽ അഗ്നി എരിയുന്നുണ്ടായിരുന്നു. അതിസുന്ദരിയായ ഖ്യാതിയെ കണ്ടപ്പോൾ പുലോമന് അവരിൽ മോഹമുദിച്ചു. ഹോമകുണ്ഡത്തിൽ എരിയുന്ന അഗ്നിയോട് അയാൾ ചോദിച്ചു, "ഈ സുന്ദരി ഭൃഗുവിൻ്റെ പത്നിയാണോ?" ഭൃഗുവിൻ്റെ പത്നിയായ പുലോമയാണ് അവരെന്ന് അഗ്നിദേവൻ മറുപടി പറഞ്ഞു. തൻ്റെ പേരിനോട് സാദൃശ്യമുള്ള പുലോമയെ വിവാഹം കഴിക്കണമെന്ന് അസുരൻ നേരത്തെ ആഗ്രഹിച്ചതായിരുന്നു. ഭൃഗുവിൻ്റെ പത്നിയായതുമൂലം അത് സാധിച്ചതുമില്ല. ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. പുലോമൻ ഒരു പന്നിയുടെ രൂപം പൂണ്ട് അവരെയും എടുത്തുകൊണ്ട് ഓടി. ആ സമയം പുലോമ പൂർണ്ണ ഗർഭവതിയായിരുന്നു. ആ രാക്ഷസൻ അവളെയും കൊണ്ട് പായുകയായിരുന്നു. ആ സമയത്ത് കുഞ്ഞ് ഗർഭത്തിൽ നിന്നും ഊർന്ന് താഴെ വീണു. വീണ് കിടക്കുന്ന ആ കുഞ്ഞ് തൻ്റെ നേത്രങ്ങൾ കൊണ്ട് രാക്ഷസനെ നോക്കി. ആ നേത്രാഗ്നിയിൽ ആ രാക്ഷസൻ ചുട്ട് ചാമ്പലായിപ്പോയി. അത്രയും തേജസ്സുള്ള ആ ബാലനായിരുന്നു ച്യവന മഹർഷി എന്ന പേരിൽ പ്രസിദ്ധനായിത്തീർന്നത്. പിതാവിൽ നിന്നും അവൻ വിദ്യകളെല്ലാം നേടിയെടുത്തു. കൂടുതൽ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി ആ കുമാരൻ വനാന്തരത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. വർഷങ്ങൾ നീണ്ട തപസ്. ചിതലുകൾ വന്ന് അദ്ദേഹത്തെ മൂടി. തേജസ്വിയായ ആ താപസൻ്റെ അടഞ്ഞ കണ്ണുകളിൽ നിന്നും പ്രകാശം പുറത്തേക്കൊഴുകി. അവിടെ മാത്രം ചിതൽപുറ്റ് മൂടിയില്ല. ആ സമയത്താണ് ശൈര്യാധിരാജാവും തൻ്റെ പരിവാരങ്ങളും വിനോദത്തിനായി കാട്ടിലെത്തിച്ചേർന്നത്. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രിയായ സുകന്യയും ഉണ്ടായിരുന്നു. സഖിമാരോടൊപ്പം കാനനഭംഗി ആസ്വദിച്ച് നടക്കുമ്പോൾ അവൾ ആ ചിതൽപുറ്റ് കണ്ടു. ചിതൽപുറ്റിൽ 2 ദ്വാരങ്ങളും അതിൽ നിന്ന് പ്രകാശവും ഒഴുകി വരുന്നു. അവൾ ആ ചിതൽപുറ്റിനരികിലേക്ക് ചെന്നു. ആ ഒഴുകി വരുന്ന പ്രകാശം അവളെ അത്ഭുതപ്പെടുത്തി. അതെന്താണെന്നറിയാനുള്ള കൗതുകത്തോടെ അവളൊരു മുള്ളെടുത്ത് ആ 2 ദ്വാരങ്ങളിലും കുത്തി. പെട്ടെന്ന് 2 ദ്വാരത്തിൽ നിന്നും രക്തമൊഴുകുവാൻ തുടങ്ങി. സുകന്യ വല്ലാതെ പരിഭ്രമിച്ചുപോയി. പക്ഷേ ഈ വിവരം അവൾ ആരോടും പറഞ്ഞില്ല. വിനോദസഞ്ചാരം കഴിഞ്ഞ് രാജാവും പരിവാരങ്ങളും കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്യമെങ്ങും അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി. എല്ലാവരുടെയും മലമൂത്രം ബന്ധിക്കപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും പരിഭ്രാന്തരായി. രാജാവ് ഗുരുക്കന്മാരുമായി കൂടി ആലോചിച്ചു. ജ്യോതിഷ പണ്ഡിതന്മാർ ഒടുവിൽ കാരണം കണ്ടെത്തി. നിർദോഷിയായ ഒരു സന്യാസിയെ ആരോ ദ്രോഹിച്ചിരിക്കുന്നു. രാജാവ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ല. എല്ലാവരും വല്ലാതെ വിഷമിച്ചു. ആ സമയത്താണ് സുകന്യ താൻ കാട്ടിൽ വെച്ച് ചെയ്ത അക്കാര്യം ഓർത്തത്. അവൾ അച്ഛനരികിൽ ചെന്ന് ഉണ്ടായതെല്ലാം പറഞ്ഞു. അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി. മകളെയും മറ്റു മഹർഷിമാരെയും കൂട്ടി അദ്ദേഹം ചിതൽപുറ്റിനരികിലേക്ക് ചെന്നു. ചിതൽപുറ്റ് തട്ടിയുടച്ച് മഹർഷിയെ ധ്യാനത്തിൽ നിന്നും ഉണർത്തി. കാഴ്ച നഷ്ടപ്പെട്ട് വളരെ ക്ഷീണിതനായ മഹർഷിയെ അവർ കണ്ടു. രാജാവ് കുറ്റബോധത്താൽ മഹർഷിയുടെ മുൻപിൽ വീണ് നമസ്കരിച്ചു. തൻ്റെ മകൾ ചെയ്ത തെറ്റ് പൊറുക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. പക്ഷേ മഹർഷി ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി മകളെ തനിക്ക് ഭാര്യയായി നൽകണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. രാജാവ് സ്തബ്ധനായി.
അന്ധനും വൃദ്ധനുമായ മഹർഷിക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക. അദ്ദേഹം വലിയ ദുഃഖത്തിലായി. ദുഃഖിതനായ പിതാവിൻ്റെ അരികിൽ ചെന്ന് മഹർഷിയെ വിവാഹം കഴിക്കുവാൻ തയ്യാറാണെന്ന് അവൾ അറിയിച്ചു. സമയോചിതമായ മകളുടെ തീരുമാനം രാജാവിനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം മകളെ വനത്തിൽ കൊണ്ടുചെന്ന് മഹർഷിക്ക് കന്യാദാനം നൽകുകയും ചെയ്തു. മഹർഷിയുടെ പത്നിയായ ശേഷം അവർ വളരെ ഭക്തിയോടെ മഹർഷിയെ ശുശ്രൂഷിച്ചു. ച്യവന മഹർഷിയുടെ കഥ ഇവിടെ തീരുന്നില്ല. വൃദ്ധനും അന്ധനുമായ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയത് എങ്ങനെയെന്ന് അറിയണ്ടേ? അതിന് അടുത്ത അവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇനി അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.